തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുഖം അടഞ്ഞതോടെ മത്സ്യബന്ധനം നിലച്ചു. അഴിമുഖം അടഞ്ഞതോടെ മറുകരയിലെ അഴൂർ ഭാഗത്ത് കനാലിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. ഇത് ഒരു മാസമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു. ഈ മണ്ണ് നീക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ട് ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ ഇന്ന് വരേക്കും ഈ കാണുന്നത് നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ചെയ്തു വയ്ക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ മണ്ണ് നീക്കാനെന്ന് പറഞ്ഞ് ഒരുപാട് യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്ന് വരേക്കും ഒരു മാസമായിട്ട് നമുക്കൊന്നും ഒരു പരിഹാരം കാണില്ല. ഇന്ന് ഞങ്ങളുടെ വള്ളം വിടവെന്ന് ഉറച്ചിരുന്ന് മണിക്കൂറുകളായി ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയും വലിച്ചിറക്കി ഒരുപാട് വലിയ വള്ളങ്ങൾ വന്നാണ് ഈ വള്ളം വലിച്ചിറക്കി ഇപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു പോയത്. ഇതിനൊരു നല്ലൊരു പരിഹാരം കാണണം. ഗവൺമെന്റ് ഇതിന് നല്ല പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഇവരുടെ പ്രതികരണം അടക്കം ഇങ്ങനെയാണ്. ഇത്തരത്തിൽ നിരവധിയായി തങ്ങൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് സമരമടക്കം ചെയ്യുന്നുണ്ട്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാനും സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അഴിമുഖത്ത് ഏകദേശം 2 ലക്ഷം ക്യൂബിക് മീറ്ററിലധികം മണൽ അടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിലധികം കാലമായിട്ട് ഈ മണൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പലതരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പൊഴിമുഖം ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഫുട്ബോൾ കളിച്ചും അതുപോലെ തന്നെ തെങ്ങ് നട്ടും ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം, ധർണ ഒക്കെ നടത്തിക്കൊണ്ട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഇടപെടലുകൾ ഈ മണൽ നീക്കത്തിനായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആശ്രയമായിരുന്നു ഈ പൊഴിമുഖം പൂർണ്ണമായിട്ടും അടഞ്ഞതോടെ മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീരദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എന്നും ഇവർ പറയുന്നുണ്ട്. കടലിലെ വേലിയേറ്റ അതുപോലെ തന്നെ വേലി ഇറക്ക നേരങ്ങളെ ആശ്രയിച്ചാണ് ഈ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വള്ളങ്ങളുമായിട്ട് ഈ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മുതൽ അതിനും സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു. പൂർണ്ണമായിട്ടും പൊഴിമുഖത്തിലൂടെ അഴിമുഖത്തേക്ക് കടലിനകത്തേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്രത്തോളം മണൽ അടിഞ്ഞു കൂടി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗമൊക്കെ വെള്ളമുണ്ടായിരുന്നതാണ്, കടലിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും മണല് നിറഞ്ഞൊരു കരപ്രദേശം പോലെ ആയിട്ടാണ് കിടക്കുന്നത്. നിലവിൽ മത്സ്യത്തൊഴിലാളികൾ മണലിലൂടെ വള്ളം നിരക്കി കടലിലിറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ പൊഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ടയ്ക്ക് മുകളിലൂടെയാണ് ചെറിയ വള്ളങ്ങൾ 30ഓളം തൊഴിലാളികൾ ചേർന്ന് നിരക്കി കടലിൽ ഇപ്പോൾ എത്തിക്കുന്നത്. അത്രത്തോളം പ്രതിസന്ധി മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മുതലപ്പുഴയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ തിരികെ മുതലപ്പുഴയിലേക്ക് വരില്ല. അവർ മരിയനാട്, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മറ്റ് ചെറുകിട ലേലപ്പുരകളെയാണ് തിരിച്ച് കരയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത്. അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകുന്നതും തിരിച്ച് ബോട്ടുകൾ കയറ്റിയിടാനുള്ള സ്ഥലവും ഒക്കെ തന്നെ അത്തരത്തിലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ചെറുകിട ബോട്ടുകളെ ഇത്തരത്തിൽ കടലിൽ എത്തിക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ വലിയ ബോട്ടുകൾ ഇത്തരത്തിൽ മണൽത്തിട്ടയിലൂടെ നിരക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള പരാതിയാണ് അവർ പറയുന്നത്. ഡ്രഡ്ജിംഗ് എത്രയും വേഗം നടത്തണം. അത് മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലാവും, ഈ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ അധികൃതരുടെ മുന്നിലും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ആയതുമാണ്. അത്തരത്തിൽ ക്രെയിനുകൾ എത്തിച്ച് മണൽ നീക്കം തുടങ്ങിയതുമാണ്. പക്ഷേ അതൊന്നും തന്നെ മുഴുവൻ മണലും നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ അവർ തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ മുഴുവനായിട്ടും നീക്കം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രഡ്ജർ ഒന്നും ആയിരുന്നില്ല എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തിയതിന്റെ പേരിൽ, വാർത്തകൾ വന്നതിന്റെ പേരിൽ അത് ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് കൊണ്ടുവന്ന് നടത്തിയ ഇടപെടലുകളായിരുന്നു. അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ള പരാതിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മുതലപ്പുഴയിൽ പൂർണ്ണമായിട്ടും ഈ അഴിമുഖം അടഞ്ഞു എന്നത് മാത്രമല്ല, അത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അഴിമുഖം അടഞ്ഞതോടെ ഈ മറുകരയിലെ അഴൂർ ഭാഗത്തുൾപ്പെടെ കനാലിൽ നിന്നും പുരയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു ഗുരുതര സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്.
സൂര്യ, അതോടൊപ്പം തന്നെ ഈ മാസങ്ങളായി ഇവർ ഈ സമരമെല്ലാം തന്നെ ഇരുന്നിട്ട് പോലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോഴും അത്തരത്തിൽ വേണ്ട ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുതലപ്പുഴി സംരക്ഷണ സമിതിയുണ്ട്, അവർ ഇന്നിപ്പോൾ വൈകിട്ടൊരു യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിൽ ഈ സമരം എത്തരത്തിലാണ് ഇനി തുടരേണ്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. എന്തായാലും വലിയ പ്രതിസന്ധി ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായ സമരവും പ്രതിഷേധവും ഒക്കെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ മണൽ നീക്കത്തിന് എത്തിച്ച ഡ്രഡ്ജറിന് അഴിമുഖത്ത് നിലവിൽ അടിഞ്ഞിട്ടുള്ള 2 ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാനുള്ള ശേഷിയില്ലെന്ന് തൊഴിലാളികൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് വകവയ്ക്കാതെയാണ് വീണ്ടും അധികൃതർ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. മണൽ നീക്കത്തിനായിട്ട് മെരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു അറിയിപ്പ്. പക്ഷേ വേനൽ മഴ അതിശക്തമാകുന്നതോടുകൂടി തീരദേശത്ത് വെള്ളപ്പൊക്കത്തിന് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം കാരണമാകും എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. എത്രയും വേഗം ഈ മണൽ നീക്കം ചെയ്ത് അത് പഴയതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ കടലിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലാക്കി നൽകണമെന്നുള്ളതാണ്. അതല്ല എങ്കിൽ വലിയ സമര പരിപാടിയിലേക്ക് ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്.